റാപ്പർ വേടന്റെ മാലയിലെ പുലിപ്പല്ല് സമ്മാനിച്ചത് തമിഴ്നാട്ടിലുള്ള ആരാധകനെന്ന് മൊഴി. 5 വയസ്സ് പ്രായമുള്ള ഇന്ത്യൻ പുലിയുടെ പല്ലിൽ സ്വർണം കെട്ടിയത് തൃശൂരിൽ വെച്ച്. മൃഗവേട്ടയടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്താനാണ് വനം വകുപ്പിന്റെ നീക്കം. വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്തത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ആയുധങ്ങളല്ലെന്നും കേസ് എടുക്കുന്നത് പരിശോധിക്കുമെന്നും തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കേസുകളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വനംവകുപ്പിന് എടുക്കേണ്ട കാര്യങ്ങൾ അത് വനംവകുപ്പ് കൈകാര്യം ചെയ്യും. ഇന്നത്തെ കാര്യം സംശയമുണ്ട്. കാരണം നമ്മുടെ പ്രോസസ്സ് എല്ലാം പൂർത്തിയായാലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരിശോധന നടത്തിയിട്ടുണ്ട്. ഏകദേശ സൂചനകളുണ്ട്. അത് നമ്മളത് അവർക്ക് അങ്ങനെ കൈവശം കൊണ്ട് നടക്കേണ്ട ആയുധങ്ങളല്ല. അങ്ങനെ കൊണ്ട് നടക്കേണ്ട ആയുധങ്ങൾ അല്ല വരുന്നത്. അപ്പോൾ അതാണ് പരിശോധിച്ചിട്ട് അതുകൊണ്ട് വരുന്നെങ്കിൽ, കാരണം നമ്മളിപ്പോൾ അവിടെ നിന്ന് മഹസറിൽ വെച്ച് സ്ഥലങ്ങളിൽ എടുത്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ വകുപ്പുകളെല്ലാം നോക്കിയിട്ട് ആ പർവിയിൽ വരുന്നതാണെങ്കിൽ അതുകൂടി ഉൾപ്പെടും. സഹിൻ ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. സഹിൻ, ആദ്യം കഞ്ചാവ് കേസിലാണ് റാപ്പർ വേടനെ പിടികൂടുന്നത്. തുടരെ മറ്റ് കാര്യങ്ങൾ കൂടി കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് വേടനെതിരെ കേസുകൾ എടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, ഇന്ന് ഉച്ചയോടുകൂടിയാണ് വേടൻ വൈറ്റ്ലയിലെ ഫ്ളാറ്റിൽ നിന്നും പിടിയിലാവുന്നത്. ആദ്യം വാർത്തകൾ പുറത്തു വരുന്നത് 5 ഗ്രാം കഞ്ചാവുമായി വേടനും 8 സുഹൃത്തുക്കളും അടക്കം 9 പേർ തൃപ്പൂണിത്തുറ പോലീസിന്റെ പിടിയിലായി എന്നുള്ളതായിരുന്നു. പക്ഷേ മണിക്കൂറുകൾ കഴിയുമ്പോൾ കേസിന്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ്. അതായത് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കൂടി വേടനെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ആയുധ നിരോധന നിയമപ്രകാരമുള്ള വകുപ്പ് കൂടി വേടനെതിരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വേടന്റെ ഫ്ളാറ്റിൽ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങൾ അത് ഗാർഹിക ഉപകരണങ്ങൾക്ക് അല്ലെങ്കിൽ ഗാർഹിക ഉപയോഗങ്ങൾക്ക് കൊണ്ടു നടക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കത്തികളല്ല എന്നുള്ളതാണ് ഈ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പോലീസിന്റെ കണ്ടെത്തൽ ഏത് സമയം വേണമെങ്കിലും ഒരു ജാമ്യമില്ലാ വകുപ്പ് ആയുധ നിരോധന നിയമപ്രകാരം കേസ് എടുക്കാമെന്ന് തന്നെയാണ് അല്പനേരം മുൻപ് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കോടനാട് നിന്നുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു. അവർ പറയുന്നത് വേടന്റെ പക്കലുണ്ടായിരുന്ന മാലയിൽ കണ്ട ലോക്കറ്റ് അത് 5 വയസ്സുള്ള പുലിയുടേതാണ്. ഇന്ത്യയിൽ തന്നെ വേട്ടയാടി പിടിച്ച ഒരു പുലിയുടേതാണ് എന്നുള്ളൊരു സംശയമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു മൊഴിയാണ് വേടനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഫോറസ്റ്റും കേസെടുത്തിട്ടുണ്ട്. ഇതിൽ മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ഫോറസ്റ്റ് ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വേടന് ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും പോലീസ് നാളെ വേടനെ കോടതിയിൽ ഹാജരാക്കും. അവിടെ നിന്ന് വേണമെങ്കിൽ ഫോറസ്റ്റിന് അയാളെ കസ്റ്റഡിയിൽ എടുക്കാമെന്നുള്ളതാണ് പോലീസും ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.